ഞാൻ കഴിഞ്ഞ ദിവസം ശ്രീ സാംബശിവറാവു എന്ന OSD ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അയച്ച ഒരു കത്ത് പുറത്തുവിട്ടിരുന്നു. അത് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ നൽകുന്ന K-സ്മാർട്ട് ഡേറ്റാബേസ് ഒന്നടങ്കം മിഷൻ ഡയറക്ടറോട് ഫെബ്രുവരി 12-നകം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് K-സ്മാർട്ട് എന്ന് പറയുന്നത് ഗവൺമെന്റ് വെരിഫൈഡ് ഡേറ്റയാണ്. ഡേറ്റയിൽ ഏറ്റവും മൂല്യമുള്ള ഒന്നാണത്. സ്ത്രീ സുരക്ഷ അതുകൂടാതെയാണ് ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ത്രീകളുടെ വിവരങ്ങൾ കൂടി ഏറ്റെടുക്കുന്നത്. മാത്രമല്ല, ഈ ഡേറ്റ മുഴുവൻ കൈമാറാൻ ആവശ്യപ്പെട്ടത് IT മിഷനിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ഒരു ആളിലേക്കാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. IT മിഷനിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന ഒരാളുടെ കൈകളിലേക്ക് അത് കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ കൈകളിലേക്ക് കൈമാറാനാണ് ഇത് ആവശ്യപ്പെട്ടത്. IT മിഷനിലാണ് ഇയാളുടെ നിയമനമെങ്കിലും ഇയാൾ ജോലി ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. അപ്പോൾ അതിന്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇപ്രകാരം ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ചാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഫെബ്രുവരി 19 മുതൽ 21 വരെ 1 കോടി ആളുകൾക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചത്. മുഖ്യമന്ത്രിയുടെ ബിസിനസ് അക്കൗണ്ടിൽ നിന്നാണ് ഈ വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചിട്ടുള്ളത്. ഈ നടപടി അങ്ങേയറ്റം നിയമവിരുദ്ധവും അനധികൃതവുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുകൂടാതെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് രണ്ടാമത്തെ തെളിവായി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒരു ഉത്തരവാണ്. 11/2/2026 ഇറക്കിയ ഒരു ഉത്തരവാണ്. ഈ ഉത്തരവ് എന്തിനാണ്? ഈ ഉത്തരവ് വളരെ കൂടുതൽ ഗൗരവമുണ്ടായ മറ്റൊന്നാണ്. അടിയന്തരമായി സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യാനുള്ള ഒരു ഉത്തരവാണ്. ഇതിന്റെ IT വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനെന്ന പേരിൽ 10 സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യുന്നതിനായി ഈ OSDയുടെ പേരിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവിന്റെ കോപ്പിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഈ സ്വകാര്യ ഏജൻസികളെ എന്തിനാണ് എംപാനൽ ചെയ്യുന്നത് എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണം. ഇതിന് രസകരമായ മറ്റൊരു കാര്യം, 2023 ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത ഏകോപന യോഗത്തിലെ മിനിറ്റ്സിനെ അവലംബിച്ചാണ് 2026 ഫെബ്രുവരി 11 GOMS നമ്പർ 4/2026/ITD എന്ന നമ്പറിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ആ ഉത്തരവിന്റെ കോപ്പിയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇവിടെ കാണിച്ചത്. ഈ ഉത്തരവ് പ്രകാരം അടിയന്തരമായി 10 സ്വകാര്യ ഏജൻസികളെ ഗവൺമെന്റ് എംപാനൽ ചെയ്യുന്നത് ദുരൂഹമല്ലേ? IT വകുപ്പ് കണ്ടെത്തുന്ന ഈ മാൻപവർ പ്രൊവൈഡേഴ്സ് വഴി മാത്രമേ എല്ലാ പ്രവർത്തനങ്ങളും IT ഡിപ്പാർട്ട്മെന്റ് നടത്താവൂ എന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുകയാണ്. എല്ലാ വകുപ്പിൽ നിന്നും സർക്കാർ വകുപ്പിൽ നിന്നും വൻതോതിൽ ഡേറ്റ സ്വീകരിച്ച ശേഷം സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ച് യാതൊരു മുൻകരുതലുമില്ലാതെ ബിസിനസ് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാൻ പാകത്തിൽ ഡേറ്റ നൽകി എന്നത് വളരെ ഇതോടുകൂടി വ്യക്തമാവുകയാണ്. ഓപ്പൺ മാർക്കറ്റിൽ ഇനി ഇതിറങ്ങിയോ എന്നാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. സാംബശിവറാവു ശിവശങ്കരന്റെ റോളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ OSD ആയ ശ്രീ സാംബശിവറാവു IAS ശിവശങ്കരന്റെ അനുഭവം മനസ്സിലാക്കണം. ശിവശങ്കരൻ സ്പ്ലിങ്കറിന് കൊടുത്തിട്ടുള്ള കരാറുകളും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ഞാൻ ഉന്നയിച്ച വിവരങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലും ഈ OSD ആയ സാംബശിവറാവു മനസ്സിലാക്കണമെന്ന് ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ്. തെരഞ്ഞെടുപ്പിന് 3 ആഴ്ചകൾ മാത്രമുള്ള സമയത്ത് മുഖ്യമന്ത്രിയുടെ അനധികൃതമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കേരളത്തിലെ 1 കോടിയിലധികം വരുന്ന
ജീവനക്കാരുടെയും സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽപ്പെട്ടവരുടെയും വ്യക്തിഗത വിവരങ്ങൾ എടുത്ത് ഇത്തരം ദുരുപയോഗങ്ങൾ നടത്തിയാൽ അതിന് മറുപടി പറയേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയും OSDയുമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശിവശങ്കർ നടത്തിയ എല്ലാ അനധികൃത പ്രവർത്തനങ്ങളെയും കോടതി വഴി പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് സ്പ്ലിൻഡറുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ വിധി വളരെ വ്യക്തമായിരുന്നു. ഒരു വ്യക്തിയുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ആർക്കും അവകാശമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ ശിവശങ്കറുടെ റോള് ശ്രീ സാംബശിവറാവു ഏറ്റെടുത്തിരിക്കുന്നു. അതിന്റെ പ്രത്യാഘാതം അദ്ദേഹത്തിന് നേരിടേണ്ടി വരും എന്നാണ് എനിക്ക് പറയുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വരും. കോടിക്കണക്കിന് പൗരന്മാരുടെ വ്യക്തിഗതമായ വിവരങ്ങൾ അവരുടെ കൺസെന്റ് ഇല്ലാതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ വ്യക്തിഗതമായ വിവരങ്ങൾ സമ്പാദിക്കുകയും അത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ 1 കോടി ആളുകൾക്ക് വാട്സാപ്പ് സന്ദേശം അയക്കുക വഴി മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്.